ಸ ಗ ಸ ಗ ಗ ಸ ಮ ಗ ಸ ನಿ ಸ ಧ ಸ ಗ ಗ ಸ ಸ ಮ ಮ ಸ ಸ ಧ ದ ಸ ಸ ಸಾ ಸ ಸ ಗ ಸ ನಿ ಧ ನಿ ಧ ನಿ ಧ ಮ ಧ ಮ ಗ ಮ ಧ ನಿ ಸ ಗ ಮ ಧ ನಿ ಸ ಗ ಮ ಧ ನಿ ദ്വാപര യുഗ ധർമ്മ ഗോവർദ്ധനം കണ്ണന്റെ തൃക്കൈയിൽ ഉണരുമ്പോൾ ആനന്ദ നടനം ആടിനാർ ഗോകുലമാനന്ദ നടനം ആടിനാർ. രാസകേളി നികുഞ്ചങ്ങളിൽ ലയരാസകേളി ഇന്നലെ കണ്ടോരു സ്വപ്നം ഫലിച്ചേ, ജീരകച്ചെമ്പാവ് പാടം വിളഞ്ഞേ, കൊയ്തെടുത്തോ കിളി കതിരെടുത്തോ കിളി, കലവറക്കൂട് നിറച്ചെടുത്തോ, കലവറക്കൂട് നിറച്ചെടുത്തോ.
കതിരാനന്ദ നടനം ആടിനാർ കനക സഭയിലാനന്ദ നടനം ആടിനാർ. ആനന്ദ നടനം. എന്തോ സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായി ചോദിക്കാം. ശരത് സർ. മക്കളെ എന്തോ മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ കേട്ടോ. മോക്ക് ആകെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലോ കിട്ടുന്നില്ല. നിനക്ക് ഇങ്ങനൊരു ഘനഗംഭീരമായിട്ടുള്ള ശബ്ദം ഉണ്ടായിട്ട് പോലും ലോ കിട്ടാതിരുന്ന എന്ത്, അത് കുഴപ്പമില്ല. അത് മാത്രമേ ഉള്ളത് കേൾക്കാണ്ടിരുന്ന പോലെ, അതൊരു കുഴപ്പമില്ല. ചിലപ്പോൾ ഇത് നമ്മൾ ഇച്ചിരിയൊക്കെ പ്രാക്ടീസ് കൂടിപ്പോയാൽ തന്നെ നമുക്ക് പിന്നെ ഒട്ടും കിട്ടത്തില്ലല്ലോ, വെറും കാറ്റായിരിക്കും. ഇപ്പോൾ കാറ്റിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. ഓക്കെ, ഫ്ലോർ നല്ല തണുപ്പാണ്, അതുകൊണ്ട് മക്കളത് പാടണ്ട. പക്ഷെ മനോഹരമായിട്ട് പാടി. ഒരൊറ്റ ആനന്ദ ഇവിടെ ഒരൊറ്റ ഏരിയയാണ് മോക്കെ കൈവിട്ടു പോയത്. അത് മൂന്നാമത്തെ ആ രാഗ ചേഞ്ചിലാണ്. അത് കണക്റ്റിങ് ഒരു ചെറിയൊരു ഇത്തി പോലും അതൊരു കുഴപ്പമില്ല, വിട്ടേക്ക് കേട്ടോ. പിന്നെ അതുമൊക്കെ നല്ലതായിരുന്നു. മോള് എൻഡ് ചെയ്തതും ആ ഒരു ചിന്തക്ക വന്നത്, ഇവരെല്ലാം കൂടെ കോറസ് ബ്യൂട്ടിഫുൾ, അസാധ്യമാണ്. ആദ്യം ആണുങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങൾക്കാ ഗമയെന്ന്, പിന്നെ അതിന് പെണ്ണുങ്ങൾ ഗമ 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 അടിച്ചങ്ങ് പറഞ്ഞു. എന്തോന്നടാ. അപ്പം മക്കളെ ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് പറഞ്ഞാൽ പാറുവിന് വിഷമാവും, എങ്കിലും പറഞ്ഞോട്ടെ. ഐ ലവ് യു മുത്തേ. ഓ ശരി, താങ്ക് യു ശരത് സർ. ചേച്ചി. വൈഗ എന്തോ സൂപ്പറായിരുന്നു. താങ്ക് യു. ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ശരത് സാറൊക്കെ ജഡ്ജായിരിക്കുമ്പം അദ്ദേഹം ക്ലാസിക്കൽ പോലത്തെ പാട്ടുകളായാലും അതിൽ കുറച്ച് കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി കേൾക്കാനുണ്ട്. നിങ്ങളുടെ പഠിത്തം, സംഗീത പഠനം നന്നാവുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ഇപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് വൈഗയുടെ പാട്ട് കേൾക്കുന്നത്. വൈഗ ഒരുപാട് പഠിച്ച ഒരു ജ്ഞാനസ്ഥയായ ഒരു സിംഗറിനെ പോലെയാണ് ഇവിടെ പാടിയത്. അപ്പോൾ ഞാനിങ്ങനെ ശരത് സാറോട് ചോദിച്ചു, അപ്പം അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നാണ് സാർ പറയുന്നത്. അപ്പോൾ അത്രയും അധികം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വേദി, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇന്ന് ശരത് സാറിൻ്റെ അടുത്തു നിന്നാണ് കിട്ടുന്നത്. കുറേ ഉപദേശങ്ങളും പാടേണ്ട രീതിയും പാട്ടുകളും സംഗതികളും എല്ലാം അല്ലേ. റിയലി ലക്കി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് വൈഗ സൂപ്പറായിട്ട് പാടിയെന്നാണ് തോന്നിയത്. കാരണം ഈ ഒരു പാട്ട്, ആനന്ദ നടനം എന്ന് പറഞ്ഞ പാട്ട് ദാസേട്ടൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അത് ഒരു ചലഞ്ച് റൗണ്ടിൽ ശരിക്കും ഒരു മെയിൽ സോങ്, അത്രയും ആധിപത്യമുള്ളൊരു പാട്ട്, ഒരു ആണുങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുന്ന ഒരു പാട്ട് ഒരു വൈഗ കുട്ടി വന്ന് മനോഹരമായിട്ട് പാടി. താങ്ക് യു. ആ ഗമകങ്ങളൊക്കെ സൂപ്പർബായിരുന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. വൈഗയുടെ ഒപ്പം തന്നെ നമ്മുടെ കോറസ് പാടിയ ചിമിട്ടുകൾ എല്ലാവരും സൂപ്പർബായിട്ട് ഭയങ്കര എനർജി ആയിരുന്നു. ഒരാളതിനകത്ത് ഗമ തലയൊക്കെ ഇങ്ങനെ പോകും, ഗമ ഗമ ഗമ. ഭദ്രി ഭദ്രി അത് 2-3 ഗമയും കൊണ്ടുണ്ടായിരുന്നു. അവന്റെ പെടലി ഒടിഞ്ഞു. ഓർക്കസ്ട്ര സൂപ്പർ. രൂപേഷ്, റജി, ബ്യൂട്ടിഫുൾ. അതെ, പറയാതിരിക്കാൻ വയ്യ. ഈ കുട്ടികൾക്ക് ഇത്രയും ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ ഗ്രൂമേഴ്സ് രൂപേഷ് ആൻഡ് രജി, നിങ്ങൾക്കും ഒരു വലിയ കയ്യടി. പിന്നെ ഇവരെ എപ്പോഴും ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ പാറുനുമ്മ. അതാ കള്ള. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. ഇനിയും നന്നായി പാടട്ടെ. ഒരു ട്രീറ്റ് തന്നെയായിരുന്നു മോളെ എന്തായാലും. കാരണം ശരത് സാർ ഈ കർണാട്ടിക്കില് ഇത്രയധികം കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പാട്ട് പാടിയിട്ട് സാർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ വേറെ ആരും എന്തെങ്കിലും പറയണോ? സത്യമായിട്ട് അസൂയ തോന്നുന്നു. കാരണം മോളുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ടഫായിട്ടുള്ള ഒരു സോങ് പാടിയിട്ട് ശരത് സാറിനെ പോലത്തെ ഒരാള് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. സാർ ഒന്നും പറഞ്ഞില്ല. സാർ ആകെ രാഗത്തുനിന്ന് വന്ന ഷിഫ്റ്റില് ചെറിയ അത് സാറ് പറഞ്ഞില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മറന്ന് ഈ പറഞ്ഞ ബേസ് എത്തുന്നില്ല എന്നുള്ള, അതാണ് ശബ്ദം. അത് ആക്ച്വലി മോളുടെ ശബ്ദം അതാണ്, മിഡാണ് ഫ്രീക്വൻസി. അപ്പോൾ അത് ശരിക്കും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും റെക്കോർഡിങ്ങിലും എല്ലാത്തിലും. അപ്പോൾ നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയാണ്. വളരെ സന്തോഷം. ഞാൻ വന്ന എപ്പിസോഡിൽ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്.
താങ്ക് യു ചേട്ടാ. എല്ലാവർക്കും ഓർക്കസ്ട്ര ടീം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ട്രീറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നൊരു കോറസ്, പാർവതി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത രീതി, അതായിരുന്നു ഇന്നത്തെ എൻ്റെ പാർവതിയായിരുന്നു highlight. പാർവതി ഇരുന്ന് പാർവതിക്ക് ഇത്രയൊക്കെ നോളജ് ഉണ്ടോ? ഗമകമൊക്കെ പാടുമ്പോൾ കൂടെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നു, ബോഡി ലാംഗ്വേജിൽ ആ ഗമകങ്ങൾ വരുന്നു, പിന്നെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടികളെല്ലാവരും സാറിനെ നോക്കുന്നു. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം അതാണ്. മോൾ അവിടെ ഇരുന്ന് സംഗതി പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട്, ശരത് സാർ എന്താണ് എന്തെങ്കിലും എഴുതുന്നുണ്ടോ, പേപ്പർ എടുക്കുന്നുണ്ടോ നോട്ടം. എഴുതിയില്ല എന്നുള്ളതാണ് ഞാനും നോക്കുന്നുണ്ടായി ഇടയ്ക്ക്, സാർ വല്ലതും എഴുതുന്നുണ്ടോ എന്ന്. അപ്പോൾ അതെന്നെ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇന്നത്തെ ദിവസം കിട്ടിയത്. ഇന്നത്തെ ദിവസമല്ല, ലൈഫ് ലോങ് സൂക്ഷിക്കാൻ പറ്റിയ ഒരു വലിയൊരു മൊമെൻ്റാണ് ഇന്ന് ഈ പെർഫോമൻസ് ഇവിടെ ചെയ്തതും ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഇനി ചോദിക്കാം. ചേച്ചി വൈഗ എന്തോ 9.5. താങ്ക് യു ചേച്ചി. താങ്ക് യു. സൂപ്പർ. ശരത് സർ അത്രയ്ക്കായോ? 9.7. താങ്ക് യു സർ. 9.5. താങ്ക് യു ചേട്ടാ. സോ ടോട്ടൽ 28.7. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ട് ഇതുപോലെ അടിപൊളിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.